മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നേര്യമംഗലത്ത് അഖിലേന്ത്യാ കിസാൻ സഭ രോഷാഗ്നി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ച വിത്ത് ബില്ല്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നിവ പിൻവലിക്കണമെന്നും രാസവളവില വർധനവും ക്ഷാമവും പരിഹരിക്കണമെന്നും വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കാൻ ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേര്യമംഗലത്ത് പ്രതിഷേധ രോഷാഗ്നി സമരം നടത്തി. ജനാധിപത്യം, മതേതരത്വം, സാഹോദര്യം, സമത്വം, തുല്യത, ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന ഒരു റിപ്പബ്ലിക് ദിനമാണ് ഇന്ന് എന്ന് അവിടെ സന്ദേശത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ സമരത്തിൻ്റെ പ്രധാനമായ മുഖം നമ്മൾ കണ്ടെടുക്കേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം പിന്നിട്ട NDA ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെൻറ് രാജ്യത്ത് അനുവർത്തിച്ചു വരുന്ന ഭരണ പരിഷ്കാരങ്ങൾ, നമ്മൾ ഒരുപാട് ബില്ലുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു തൊട്ട് നരേന്ദ്രമോദി വരെ എത്തി നിൽക്കുന്ന നീണ്ട നിരയുള്ള പ്രധാനമന്ത്രിയുടെ പട്ടികയിൽ കിസാൻ സഭ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം CP രാമൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം TM ഹാരിഷ് സമരം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം സെക്രട്ടറി MS അലിയാർ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PM ശിവൻ, സുമാ ശിവൻ, നേര്യമംഗലം ലോക്കൽ സെക്രട്ടറി സിറിൽ ദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ PK അലിയാർ, BKMU മണ്ഡലം പ്രസിഡന്റ് AP റഹീം, മഹിളാ കർഷക സമിതി ജില്ലാ കമ്മിറ്റി അംഗം ലാലു വിജയൻ, തോമച്ചൻ ചാക്കോച്ചൻ, TK രവീന്ദ്രൻ, കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ഫിലോമിന ബിജു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കിസാൻ സഭ നേതാക്കളായ MI കുര്യാക്കോസ്, തോമാച്ചൻ ചാക്കോച്ചൻ, OM ഹസൻ, PM സുകുമാരൻ, MH നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. നിരവധിയായിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ആ ഭരണാധികാരികൾക്കെല്ലാം തന്നെ ബോധ്യമുള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ മേൽഗതി എന്തിലാണ് അസ്ഥിവാരമിട്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഈ രാജ്യത്തിൻ്റെ ഓരോ പുരോഗതിയും, ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പുകളും അത് കർഷകൻ്റെ ജീവിതത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയ ഭരണാധികാരികളായിരുന്നു ഒരളവ് വരെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.